അമേരിക്കൻ ചാരസംഘടനയായ CIA പിന്തുണയോടെ 1963 ബാത്തിസ്റ്റുകൾ ഇറാഖിൽ ഭരണം പിടിക്കുന്നു. ഭരണത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സദാം ഹുസൈൻ ഇറാഖ് ജനതയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി അന്നേ വരെ ഒരു ഇറാഖി നേതാവ് സഞ്ചരിക്കാത്ത ജനക്ഷേമ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇറാഖിലെ ജനതയെ പുതിയ പാതയിലേക്ക് നയിച്ചു. എന്നാൽ തനിക്കെതിരെ നിൽക്കുന്നവരെയും തനിക്ക് ഭീഷണിയാകുന്നവരെയും വകവരുത്താൻ അദ്ദേഹത്തിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഇറാനിലെ ഷിയ നിയന്ത്രിത ഇസ്ലാമിക വിപ്ലവം ഷിയ ഭൂരിപക്ഷ ഇറാഖിലെ തന്റെ അധികാരത്തിന് വിലങ്ങുതടിയാകുമോ എന്ന ആശങ്കയിൽ നിന്നുമാണ് അദ്ദേഹം ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. സ്റ്റാലിനെയായിരുന്നു സദാം ഹുസൈൻ തന്റെ റോൾ മോഡലായി കണ്ടിരുന്നത്. യുദ്ധസമയത്ത് സ്വന്തം രാജ്യത്ത് യുദ്ധത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ച കുർദുകൾക്ക് നേരെ വിഷവാതകം ഉപയോഗിച്ച് അനേകരെ അദ്ദേഹം വധിച്ചു. മരുമക്കൾ മുതൽ സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിയെ വരെ കൊലപ്പെടുത്തി. ഇറാഖി കമ്മ്യൂണിസ്റ്റുകൾ, ഷിയാക്കൾ, കുർദുകൾ എന്നിവരെല്ലാം അദ്ദേഹം അടിച്ചൊതുക്കി. അക്കാലമെല്ലാം അതെല്ലാം കണ്ട് അമേരിക്ക വളരെ വാത്സല്യത്തോടെയാണ് സദാമിനോട് ഇടപെട്ടത്. എണ്ണയുടെ നിയന്ത്രണാവകാശം പാശ്ചാത്യരുടെ കയ്യിൽ നിന്ന് ഉൽപ്പാദക രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു പിടിക്കുക എന്ന സദാമിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനത്തോടെ സദാം ഹുസൈൻ അമേരിക്കയുടെ ശത്രുവായി മാറി.